ഇന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റുകൊണ്ട് ഒന്ന് അപ്പുറത്തെ കട വരെ പോകാമെന്നും പറഞ്ഞ് രാവിലെ ഇറങ്ങി. അങ്ങനെ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ഞാൻ എവിടെ പോകാമെന്ന് ചോദിച്ചെങ്കിലും എൻ്റെ അടുത്ത് ഇപ്പം കാണാമെന്ന് പറഞ്ഞു. അവസാനം ഈ ഒരു പാലം എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി താന്നി ബീച്ചിലോട്ടാണ് വന്നതെന്ന്. അങ്ങനെ നേരെ നമ്മൾ താന്നി ബീച്ചിൻ്റെ തുടക്കം എത്തി. അപ്പോൾ ആ ഒരു സൈഡിൻ്റെ ഇപ്പുറത്തെ സൈഡ് കാണുന്ന ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ട് എടുത്തായിരുന്നു. ആ വള്ളത്തിൽ ഇരുന്നു. അങ്ങനെ നേരെ നമ്മൾ താന്നി ബീച്ചിലെത്തി. ഞാൻ കൊല്ലം ബീച്ചിൽ എപ്പോഴും പോയിട്ടുണ്ടെങ്കിലും താന്നി ബീച്ചിൽ മാക്സിമം ഞാനൊരു 3-4 വട്ടം മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ താന്നി ബീച്ചിലോട്ടല്ല വന്നത്, നമ്മൾ അടുത്തുള്ളൊരു മീൻ വാങ്ങുന്ന സ്ഥലത്തോട്ടാണ്. അതായത് അതും എനിക്കറിയത്തില്ലായിരുന്നു താന്നിയിൽ ഇങ്ങനെ മീൻ കിട്ടുന്നൊരു സ്ഥലം ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല രസമുണ്ട്. കാരണം കുറേ വള്ളങ്ങളും കാര്യങ്ങളും ഇങ്ങനെ അടുക്കി കിടക്കുന്ന, ഇത്രയും വള്ളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ മീനും കാര്യങ്ങളൊന്നും വാങ്ങിയില്ല, കാരണം നമ്മൾ വന്ന സമയം കുറച്ച് ലേറ്റ് ആയായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ പോകാൻ നിന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ വേറെ കുറച്ച് സ്ഥലങ്ങളും കൂടി ഉണ്ടെന്ന്. അങ്ങനെ നേരെ നമ്മൾ അങ്ങോട്ട് വന്നപ്പോൾ ഈ ഒരു കട കണ്ടപ്പോഴത്തേക്കും നമുക്കൊരു ജസ്റ്റ് ഫൺ പോലെ നമ്മൾ വിചാരിച്ചു ഒന്ന് മീൻ പിടിക്കാലോ, വല്ലതും കിട്ടിയാലോ, അങ്ങനെ ഒരു തോന്നൽ. ചുമ്മാ കുറച്ച് സാധനങ്ങളും അതിനുള്ള ഇതൊക്കെ വാങ്ങി. ഞാനാണെങ്കിൽ മീൻ പിടിക്കാൻ പോയിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അതായത് പണ്ട് എപ്പോഴോ തോർത്തിൽ നമ്മൾ മീൻ പിടിക്കാൻ പോകത്തില്ലേ, അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ നേരെ നമ്മൾ ആ ചേച്ചി തന്നെ അടുത്തൊരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ഞാൻ ഇത്രയും നാൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടില്ലല്ലോ എന്നൊരു കുറ്റബോധത്തോടു കൂടി നമ്മളവിടെ കുറച്ച് നേരം നിന്നിട്ട് അപ്പുറത്തുള്ളൊരു സ്ഥലത്തോട്ടാണ് വന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് മീൻ പിടിക്കാമെന്ന് പറഞ്ഞു. ഇവിടെ ഓരോ സാധനങ്ങളും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടി ചെയ്യാൻ തുടങ്ങി. ഞാൻ അപ്പുറത്തുനിന്ന് ഓരോ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി നിന്നു. അങ്ങനെ മീൻ പിടിക്കാൻ തുടങ്ങി. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന് നല്ല ക്ഷമയും വേണം, പിന്നെ നല്ല വെയിലായിരുന്നു. ഇത് രണ്ടും ഉള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴാണ് അവിടെ ഇടയ്ക്കൂടെ ഒരു ട്രെയിനും കാര്യങ്ങളൊക്കെ പോകുന്നത് കണ്ടത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മടുത്തു, കാരണം പോവാന്നുള്ളൊരു മട്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്ക് വെയിൽ സഹിക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. താന്നി ബീച്ച് നല്ല രസമുണ്ട് കാണാൻ. കൊല്ലം ബീച്ചിനെക്കാട്ടി കുറച്ചുകൂടി നല്ലത് താന്നി ബീച്ചാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തും കൂടി വന്നു. അങ്ങനെ അവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ അടപടലം കുഴഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ അങ്ങ് ഇരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം ഈ ഒരു അത്രയും അടിപൊളിയായ ഒരു വയലും കണ്ട് നമ്മൾ വീട്ടിലോട്ട് വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ, ബായ്.